3 ദിവസം മുമ്പ് പൂനെയിൽ ഒരു സെൻസേഷണൽ മർഡർ നടന്നു, കൊലപാതകം. ഒരാളെ മരിച്ചുള്ളൂ, പക്ഷേ അത് ഹിന്ദിയിലെയും ഇംഗ്ലീഷിലെയും എല്ലാ ചാനലുകളിലും ഇപ്പോൾ വാർത്തയാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പല പല തെളിവുകൾ പുറത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. ലോഹാഗാഡ് ഫോർട്ട് ഒരു പഴയ കോട്ടയാണ്, അവിടെയാണ് ഈ മർഡർ നടന്നത്. മർഡർ എന്ന് പറയുമ്പോൾ ഒരാൾ മരിക്കുമ്പോൾ ഇത്ര ന്യൂസ് ആകേണ്ട ആവശ്യം എന്താണ്? പലരും ചിന്തിച്ചേക്കും. ഈ ഡിറ്റക്റ്റീവ് നോവൽ ഇഷ്ടപ്പെടുന്നവർക്കും ജെയിംസ് ഹാഡ്ലി ചേസിനെ അറിയാവുന്നവർക്കും പിന്നെ കോൺസ്പിറസി തിയറികൾ അന്വേഷിക്കുന്നവർക്കും ഫോറൻസിക്കാർക്കും ഒക്കെ ഇതൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആയിരിക്കും, കേട്ടുകൊള്ളുക. മിനിഞ്ഞാന്ന് പറയാം 3 ദിവസം മുമ്പ് നടന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കേതൻ അഗർവാൾ, അയാളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്ന, വരുന്ന നവംബർ മാസത്തിൽ കല്യാണം നടക്കേണ്ടിയിരുന്ന അയാളുടെ ഫിയാൻസിയായ സിയ ഗോയൽ എന്ന പെണ്ണ്, അവൾക്ക് 20 വയസ്സേ പ്രായമുള്ളൂ. അവളും അവളുടെ ആൺ സുഹൃത്ത്, ചില മീഡിയ അതിനെ കാമുകൻ എന്നും പറയുന്നു, അദ്ദേഹത്തിന്റെ പേര് ചേതൻ ചൗധരി എന്നാണ്. നമുക്ക് ഈ കേതനും ചേതനും കൺഫ്യൂസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. മരിച്ചയാളുടെ പേര് അഗർവാൾ, കൊല്ലാൻ പ്രേരിപ്പിച്ചയാളുടെ പേര് അല്ലെ കൊന്നയാളുടെ പേര് ചൗധരി, ഫിയാൻസിയുടെ പേര് സിയ. ഇതിലെന്താ എത്ര വലിയ വാർത്ത ഇരിക്കുന്നു എന്ന് ചിന്തിച്ചേക്കും. കഴിഞ്ഞ ദീപാവലി സമയത്ത് ഏകദേശം നവംബർ മാസത്തില് ഈ അഗർവാളും സിയയും തമ്മിൽ പരിചയപ്പെടുന്നു ഒരു ഫാമിലി ഫംഗ്ഷനിൽ വെച്ച്. 20 വയസ്സുള്ള പെണ്ണും 26 വയസ്സുള്ള ആണും അവരുടെ ഫാമിലികൾ തമ്മിൽ തീരുമാനിച്ച് ഇവരുടെ കല്യാണം അങ്ങ് ഉറപ്പിക്കുന്നു. ഈ പെണ്ണിന് ഇഷ്ടമായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും ആർക്കും അറിയില്ല. എന്തായാലും അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി, അവിടെ ഇവിടെയൊക്കെ കറങ്ങാൻ പോകാൻ തുടങ്ങി. കാരണം വലിയ കാശുകാരാണ്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന ഒരു ഫാമിലിയാണ് അഗർവാളിൻ്റെത്. അപ്പോൾ ഈ കല്യാണം കഴിക്കാൻ പോകുന്നവരുടെ ഗെറ്റ് ടുഗദറൊക്കെ പലപ്പോഴും 5 സ്റ്റാർ ഹോട്ടലുകളിലും വലിയ വലിയ റിസോർട്ടുകളിലും ഒക്കെയാണ്. ഇവരിടയ്ക്കൊക്കെ വീക്കെൻഡ്, സാറ്റർഡേ സൺഡേ ഒക്കെ ഒന്നിച്ച് ചെലവഴിക്കാനായിട്ടൊക്കെ കറങ്ങാനും ഒക്കെ പോകും. എല്ലാം ഒരു സാധാരണക്കാരന്റെ സബ്ജക്റ്റേ അല്ല. കൂടുതൽ വിശദീകരിച്ചു കഴിഞ്ഞാൽ പലർക്കും മനസ്സിലാകുകയില്ല. ഒരു ഹൈഫൈ ലൈഫ്. അപ്പൊ ഈ കല്യാണം ഉറപ്പിച്ച ഈ 2 വ്യക്തികളും തമ്മിൽ അടുത്തിടപെടുന്നു, അവരങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നു, കാണാൻ പോകുന്നു, ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഈ ജൂൺ മാസത്തില് ഈ സിയയുടെ ബർത്ത്ഡേ അത് ആഘോഷിക്കണം, അവരൊന്നിച്ചു വേണം എന്ന് പെണ്ണിന്റെ നിർബന്ധം. നമ്മുടെ അഗർവാൾ പയ്യൻ പെണ്ണിനെയും കൂട്ടി, അല്ലെ പെണ്ണ് അഗർവാൾ പയ്യനെയും കൂട്ടി ലോഹാഗാഡ് ഫോർട്ടിലേക്ക് പോകുന്നു. പൂനെയിലെ വളരെ പ്രശസ്തമായ ഒരു ഫോർട്ടാണ്, ഞാൻ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്, വലിയ ഫോർട്ട്, അതിന്റെ താഴെ വലിയ ഗർത്തങ്ങള്, ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും വേണ്ട നല്ല സീനൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഇവരവിടെ പോകുന്നു. നമ്മുടെ അഗർവാൾ പയ്യൻ മോളിൽ നിന്ന് താഴേക്ക് 1400 അടി താഴേക്ക് വീണ് മരിക്കുന്നു. നമ്മുടെ പ്രതിസൂത വധു ഉടൻ തന്നെ വീട്ടിൽ വിളിച്ചു പറയുന്നു, അഗർവാൾ താഴെ വീണു, ഒന്നും അറിയില്ല, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. പോലീസ് ഓടിയെത്തുന്നു, തപ്പുന്നു. കുറെ കഴിഞ്ഞിട്ട് ബോഡി കിട്ടി. മരിച്ചയാൾ ആരുടെ കൂടെയായിരുന്നു? ഫിയാൻസിയുടെ കൂടെ. അപ്പൊ പിന്നെ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവള് തന്നെയാണ് വിളിച്ചു പറഞ്ഞവൻ താഴെ പോയെന്ന്. സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് അരികിൽ പോയി നിന്നപ്പോഴേക്കും അവിടെ നിന്ന് താഴേക്ക് വീണ് മരിച്ചു, സ്ലിപ്പായി താഴെ പോയെന്ന്. മരിച്ചു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ അഗർവാളിന്റെ ഫാമിലിക്ക് എന്തൊക്കെയോ സംശയം തോന്നി. അവരുടെ ഇൻഫ്ലുവൻസ് ഒക്കെ ഉപയോഗിച്ചായിരിക്കും, കാരണം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലുള്ളവരൊക്കെ അല്ലേ, ഒരുപാട് പോലീസുകാരൊക്കെ കോൺടാക്ട് ഉണ്ടാവും. അവർ പോലീസിനെ വിവരം അറിയിക്കുന്നു, ഇത് അന്വേഷിക്കണമെന്ന് പറയുന്നു. പോലീസ് അന്വേഷിക്കുന്നു. പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച്, അതായത് ടവർ ലൊക്കേഷൻ, ഇവർ തമ്മിലുള്ള ഫോൺ കോൾ സംഭാഷണങ്ങൾ, അതിന്റെ ഹിസ്റ്ററി, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ പോലീസിന് എന്തോ സംശയം തോന്നുന്നു. പോലീസ് ഈ പെണ്ണിനെ സിയെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ അവൾ ആകപ്പാടെ പേടിച്ചു പോയി. കാരണം 20 വയസ്സുള്ള പ്രായം. ആ പെണ്ണ് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. അവളുടെ വീട്ടിലോ അല്ലെങ്കിൽ അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ഈ അഗർവാളിന്റെ വീട്ടിലെയോ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് എന്തൊക്കെയോ ചേർച്ചക്കുറവ്, പലരോടും പലതരത്തിലാണ് അവൾ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. പോലീസ് കൂടുതലായിട്ട് ചോദ്യം ചെയ്തു, അവളുടെ മൊബൈൽ ഡാറ്റ ചെക്ക് ചെയ്തു. അപ്പോൾ അവൾ ഒരാളുമായിട്ട് വളരെയധികം സംസാരിച്ചിരിക്കുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് 238 മണിക്കൂർ സംസാരിച്ചെന്നാണ് പോലീസിന്റെ കണ്ടുപിടുത്തം. ആരുമായിട്ട്? ഈ ചൗധരിയുമായിട്ട്. ചൗധരി ആരാണ്? 22 വയസ്സുള്ള ഒരു പയ്യൻ. സിയയുടെ പ്രായം 20 വയസ്സ്. അപ്പൊ 20-22 വയസ്സ് പ്രായമുള്ള 2 ചെറുപ്പക്കാർ തമ്മിൽ നേരത്തെ ഇഷ്ടത്തിലായിരുന്നു. എന്നോട്ട് ഇഷ്ടത്തിലായിരുന്നു. ഈ കല്യാണ നിശ്ചയം നടക്കുന്നത് കഴിഞ്ഞ ജനുവരിയിലാണ്. അതിന് 5-6 മാസം മുമ്പാണ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടതും ഇഷ്ടത്തിലായതും. അത് വകവെക്കാതെയാണോ അല്ല എന്തുകൊണ്ടാണെന്നും ആർക്കും അറിയത്തില്ല. സിയയുടെ കല്യാണം അഗർവാളുമായിട്ട് തീരുമാനിക്കുന്നു. കല്യാണം കഴിക്കാൻ പോകുന്ന അഗർവാളിനെ ഒഴിവാക്കാൻ ശ്രമിക്കാൻ തുടങ്ങി. ഇതാണ് പോലീസിന്റെ വേർഷൻ. ഇനി പുറത്തു വരുന്ന കാര്യങ്ങൾ മുഴുവൻ പോലീസ് പറഞ്ഞുള്ള അറിവേ നമുക്കുള്ളൂ. പിന്നെ ഈ അഗർവാളിന്റെ അച്ഛൻ, അപ്പൂപ്പൻ, ഇവരൊക്കെ ഓരോരോ കാര്യങ്ങൾ പറയുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ ന്യൂസ് ചാനലുകളിൽ കാണുന്നത്. എന്തായാലും ചാനലുകൾക്ക് വലിയൊരു വാർത്തയാണ്. ഇന്ത്യ മുഴുവൻ ഈ വാർത്ത പ്രചരിച്ചു. നാളെ മറ്റന്നാളോ മലയാളം ചാനലുകളിലും നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഞാൻ പറയുന്നു, ഈ കേസ് തള്ളിപ്പോകും. ഈ 2 പ്രതികളും രക്ഷപ്പെടും, തെളിവുകളുടെ അഭാവത്തിലും. അപ്പോൾ സെൻസേഷണൽ മർഡർ ആയ എങ്ങനെയാണ്? വലിയൊരു കാശുകാരൻ പയ്യൻ മരിച്ചു, അവൻ കൊല്ലപ്പെട്ടുവെന്ന് അവന്റെ വീട്ടുകാർ പറയുന്നു. അവനെ അവിടെ തള്ളിയിട്ട് കൊന്നതാണ് എന്ന് ഈ പെണ്ണ് സമ്മതിച്ചതായിട്ടാണ് പോലീസ് പറയുന്നത്. അപ്പൊ പോലീസിന്റെ വേർഷനും ഈ മരിച്ചയാളുടെ വീട്ടുകാരുടെ വേർഷനും ഏകദേശം ഒന്ന് തന്നെയാണ്. ഇതൊരു കൊലപാതകമാണ്, വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. 20-22 വയസ്സുള്ള 2 ചെറുപ്പക്കാർ ചേർന്ന് ഈ വരനെ
ഒഴിവാക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയതാണ്. അപ്പോൾ പോലീസിന് സപ്പോർട്ട് ചെയ്യാൻ വേറെ ചില കഥകളൊക്കെ ഉണ്ട്. ഞാൻ മുമ്പ് 238 മണിക്കൂറിന്റെ കാര്യം പറഞ്ഞല്ലോ. ഏകദേശം 2000-ഓളം കോളുകളാണ് കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് ഈ ചൗധരിയും സിഐയും തമ്മിൽ നടത്തിയിട്ടുള്ളത്. സിഐയും അഗർവാൾ പയ്യനും ഈ ഫോർട്ടിലേക്ക് നടന്നു പോകുന്നതിന്റെ വീഡിയോ ഒക്കെ ഉണ്ട്. അതുകൂടാതെ തന്നെ അല്പസമയത്തിന് ശേഷം, ഏതാനും മിനിറ്റുകൾക്ക് ശേഷം, തലയിൽ ഒരു തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട്, മുഖം മറച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരനും ഈ ഫോർട്ടിലേക്ക് കയറി പോകുന്നതിന്റെ വീഡിയോ ഷോട്ടുകൾ പലതും ചാനലുകാർ നമ്മളെ കാണിക്കുന്നുണ്ട്. അത് ചൗധരിയാണെന്നാണ് പോലീസ് സംശയിക്കുന്ന, അല്ലെ പോലീസ് സ്ഥിരീകരിക്കുന്നത്. പോലീസ് പറയുന്നത് മൊബൈൽ റേഞ്ചിൽ ഉണ്ടായിരുന്നു ചൗധരിയും ആ സമയത്ത്. 10-20 മീറ്റർ അല്ലെ 50 മീറ്ററിനകത്താണ് എന്നൊന്നും തെളിയിക്കാനുള്ള ടെക്നോളജി ഒന്നും ഇല്ല. മൊബൈൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടവറിനകത്ത് ഉണ്ടായിരുന്നു മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പോലീസിന്റെ ഭാഷയാണ് ആ റേഞ്ചിൽ അതേ സമയത്ത് ഈ അഗർവാൾ മരിക്കുന്ന സമയത്ത് ചൗധരിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചൗധരിയും സിഐയും കൂടി ചേർന്നാണ് അവനെ താഴേക്ക് തള്ളിയിട്ടത്. പോലീസിന്റെ മറ്റൊരു വിശദീകരണം കൂടിയുണ്ട്. ഇതിന് 3 ദിവസം മുമ്പ്, 14-ാണോ 15-നാണോ എന്ന് ഓർക്കുന്നില്ല, ഇവർ രണ്ടുപേരും ഈ ഫോർട്ടിൽ പോയി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ട് അന്ന് ഈ പെണ്ണ് ഈ അഗർവാളിനെ തള്ളിയിടാൻ ശ്രമിച്ചു. പക്ഷെ അവൻ താഴെ വീണെങ്കിലും ഏതോ കമ്പയിലൊക്കെ പിടിച്ച് അവിടെ കിടന്നു, കയറിപ്പോന്നു. അപ്പോൾ അവൾ പറഞ്ഞത് അതുവഴി ഒരു പാമ്പ് വന്നു, ആ പാമ്പ് വന്നപ്പോൾ പെട്ടെന്ന് പേടിച്ചിട്ട് അവനെ തള്ളിയതാണ്. അതവൻ വിശ്വസിക്കുകയും ചെയ്തു. പാമ്പ് അതിനെ വഴിയോടെ പോവുകയും ചെയ്തു. ഇത് ആര് പറഞ്ഞ കഥയാണ്? അഗർവാളിന്റെ അച്ഛൻ പറഞ്ഞ കഥയാണ്, അല്ലെ പോലീസ് പറഞ്ഞ വിശദീകരണമാണ്. അപ്പോൾ പലരും ചോദിച്ചേക്കാവുന്നൊരു ചോദ്യമുണ്ട്, ഇത് ഇവരെങ്ങനെ അറിഞ്ഞു? ഈ സിയ പറഞ്ഞോ, അഗർവാൾ പറഞ്ഞോ, ആരോട് പറഞ്ഞു? അങ്ങനെ തള്ളിയിടാൻ ഒരു ശ്രമം നടത്തിയെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ അടുത്ത ദിവസം വെള്ളം കൂടെ അവിടെ പോയത്? അല്ലെ എന്തുകൊണ്ടാണ് കൂടെ ആരും പോകാതിരുന്നത്? ആ പോക്ക് ഒഴിവാക്കി കൂടായിരുന്നോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം തോന്നിയെങ്കിൽ അവന് പോലീസിൽ പരാതി കൊടുത്തു കൂടായിരുന്നോ? അല്ലേ? നിങ്ങളൊക്കെ ചിന്തിച്ചു പോകും. ഒന്ന് തള്ളിയിട്ടു എന്ന് അഗർവാളിന് ഉറപ്പുണ്ട്. പക്ഷെ പാമ്പിന്റെ കഥ കാരണം അവനത് വിശ്വസിച്ചു എന്ന് പറയുന്നു. 26 വയസ്സുള്ള ഒരാളെന്ന് വിചാരിച്ചോണം. അവൻ ഫാമിലി ബിസിനസ്സിലെ അവന്റെ കമ്പനിയിലെ ഒരു ഡയറക്ടർ കൂടിയാണ്. അപ്പൊ തീരെ ചെറിയ ആളല്ല, കൊച്ചു പയ്യനല്ല. അവൻ അത്യാവശ്യം ആൾക്കാരെ കണ്ട് ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ ജീവിച്ച് ഓഫീസിൽ ജോലിയൊക്കെ ചെയ്ത് ഒരുമാതിരി നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ അവന് തീയും വെള്ളവും തിരിച്ചറിയാനുള്ള പ്രായമൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും 238 മണിക്കൂർ സംസാരം, അല്ലെ 2000-ഓളം ഫോൺ കോളുകൾ ചൗധരിയും സിഐയും തമ്മിൽ അഗർവാൾ അറിയാതെ, അഗർവാളും സിഐയും തമ്മിലെ കല്യാണ നിശ്ചയം കഴിഞ്ഞിട്ട് നടന്നിട്ടുണ്ട്. ഇത് പോലീസിന്റെ ഒരു തെളിവ്. ഈ പറഞ്ഞ പാമ്പ് വന്നെന്ന് പറഞ്ഞ് തള്ളിയിടാൻ ശ്രമിച്ചതിന്റെ മറ്റൊരു തെളിവ്, മൊബൈൽ ടവർ ലൊക്കേഷൻ എന്ന 3ാമത്തെ തെളിവ്. ഈ 3 തെളിവുകൾ വെച്ച് സിഐയെയും ചൗധരിയെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവർ റിമാൻഡിലാണ്. കേസ് അന്വേഷണം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഈ കേസിൽ നിന്ന് ഇവർ രണ്ടുപേരും ഊരിപ്പോകും, യാതൊരു സംശയം വേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഞാൻ പറയുന്നു, ഇവർ രണ്ടുപേരും പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാരല്ല, അല്ലെ ഇവർക്ക് മേൽ തെളിവുകളൊന്നും പോലീസിന് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവരെ രക്ഷപ്പെടും. അതങ്ങനെയല്ല. ഇത് ശക്തമായ തെളിവുകളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവർ ശിക്ഷിക്കപ്പെടുമോ? ശിക്ഷിക്കപ്പെടുമെങ്കിൽ കമന്റ് ബോക്സിൽ വൈ എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. പിന്നെ കാര്യങ്ങൾ എന്തൊക്കെയായാലും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ചെറുപ്പക്കാർ പിള്ളേരെയൊക്കെ പിടിച്ച് കല്യാണം കഴിപ്പിക്കാൻ നോക്കുമ്പോൾ പേരൻസ് ആലോചിച്ച് നടത്തുന്ന കല്യാണമൊക്കെയാണ്. എങ്കിലും ഈ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവരൊന്നും അധികം ഒന്നിച്ച് കറങ്ങാനൊന്നും വിടാതിരിക്കുക. ഇതൊക്കെ മിഡിൽ ക്ലാസ് ഫാമിലികൾക്കൊന്നും പറ്റിയ ഇടപാടല്ല. പിന്നെ ഹയർ ക്ലാസ് ഫാമിലിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. എന്തായാലും അതൊന്നും വേണ്ട. ഇവർ തമ്മിൽ സംസാരിച്ചോട്ടെ, അല്ലെങ്കിൽ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തോട്ടെ. കല്യാണ നിശ്ചയത്തിനോ എൻഗേജ്മെന്റ് എന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാം. അതല്ലാതെ അത് കൂടുതലായിട്ട് ഇവരെ കറങ്ങാൻ വിടുകയും ബർത്ത്ഡേ ആഘോഷിക്കാൻ വിടുകയും റിസോർട്ടിൽ പോകുന്നതും ഇതൊന്നും ഒരു ഇന്ത്യൻ കൾച്ചറിന് ചേർന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊക്കെ അനുവദിച്ചു കൊടുക്കുമ്പോഴാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അപകടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഒഴിവാക്കാൻ പേരൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം പേരൻസ് നിങ്ങൾ എങ്ങനെ പേരൻസ് ആയി, അല്ല നിങ്ങൾ എങ്ങനെ 10-25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ അച്ഛനും അമ്മയും ആയി? നിങ്ങൾക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങളാണ് കുട്ടികൾക്ക് തീ ഏതാ വെള്ളം ഏതാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. കൈ എവിടെ തൊട്ടാൽ പൊള്ളും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത് അച്ഛനമ്മമാരുടെ കൂടെ ഉത്തരവാദിത്വമാണ്. എന്തെങ്കിലും അബദ്ധം കാണിച്ചിട്ട് നഷ്ടങ്ങൾ വന്നിട്ട് പിന്നെ കഥ പറഞ്ഞിട്ടോ കരഞ്ഞിട്ടോ കാര്യമൊന്നുമില്ല.